ഇന്ന് 2-1 തീരുമാനവും. അതായത് അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം കഴിയുമ്പോൾ 2-1 തീരുമാനവും. ഇതിൽ ഒരാൾ തീർച്ചയായും പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കും. കാരണം ഇപ്പോൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ 2-3 സ്ഥാനക്കാരാണ്. 2 പേർക്കും 14 പോയിന്റ് വെച്ചിട്ടാണ്. ജയിക്കുന്ന ആൾക്ക് 16 പോയിൻ്റായി. സോ കൺഫേം. 2 ടീമും ഉജ്ജല തന്നെയാണ് അല്ലേ. സൺറൈസേഴ്സ് ഹൈദരാബാദ് നമുക്കറിയാം, തോൽവികളുടെ കൂനയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പിന്നെ അവരെ പിടിച്ചു കെട്ടാൻ ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല. ആരെ കൊണ്ടും അവരുടെ എല്ലാ മേഖലകളും ഉണർന്നിരിക്കുകയാണ് അല്ലേ. ബാറ്റിങ്ങിനെ കുറിച്ച് ആദ്യമേ ആശങ്കയില്ലായിരുന്നു. അത് ഈ പടക്ക കമ്പനി പോലെയാണ്, പാട്ടപ്പെടാന്നാണ് പൊട്ടുക. ഓപ്പണിംഗ് മുതൽ പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ വാലറ്റം വരെ പൊട്ടാൻ ശേഷിയുള്ള ആളുകളാണ്. പിന്നെ ബൗളിംഗ് ആയിരുന്നു ആശങ്കയുണ്ടായിരുന്നു. അത് കുറച്ച് ഇന്ത്യൻ ബോളേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന്, പിന്നെ ശ്രീലങ്കയുടെ ഇഷാൻ മലിംഗനെയൊക്കെ കൊണ്ടുവന്ന് അതങ്ങ് സെറ്റായി. അടിപൊളി ബോളിംഗ് സെറ്റപ്പായി. ഫീൽഡിങ്ങും കിടിലം. അപ്പം അവർക്കിനി തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത സ്ഥിതിയിലാണ്. റൺ റേറ്റ് കൊണ്ട് സെറ്റായിട്ട് പോകണം. ഇന്നത്തെ ഒരു ജയം മാത്രം മതി പ്ലേ ഓഫ്. പിന്നെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരു മിക്സഡ് ടൂർണമെൻ്റ് ആയിരുന്നു അവരെ സംബന്ധിച്ച് ആദ്യഘട്ടം. പക്ഷേ തുടർ വിജയങ്ങളിലൂടെ അതിശക്തമായിട്ടാണ് അവർ കയറി വന്നിട്ടുള്ളത്. അതിശക്തമായിട്ട് അവരുടെ ബാറ്റിംഗ് നിരയിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻമാരൊന്നും ഇല്ലെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓപ്പണേഴ്സ്. പിന്നെ ബോളിംഗ് ഇത് 2 യൂണിറ്റാണ് അല്ലേ. സിറാജ് മുതൽ റബാഡ മുതൽ റഷീദ് ഖാൻ മുതൽ ജയ്സൺ ഹോൾഡർ വരെ കിടിലൻ ബോളിംഗാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇന്നൊരു തീപാറുന്ന പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. പോയിന്റ് ഉയർത്തുക, കൂടാതെ റൺ റേറ്റ് ഉയർത്തുക, ഇതൊക്കെ ആയിരിക്കും ഈ ടീമുകളുടെ ഇന്നത്തെ ഏറ്റുമുട്ടുമ്പോഴുള്ള പ്രധാന ലക്ഷ്യം.